അപ്പൊ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് വരുമ്പോ ഇവരിൽ രണ്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇവർക്ക് സ്വന്തമാകണമെന്ന് തോന്നും. അപ്പം അന്യന്റെ മുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് മറ്റാരുടെയെങ്കിലും ഭർത്താവിനെയോ മറ്റാരുടെയെങ്കിലും ഭാര്യയാണ് നമ്മൾ ഇതുവരെയുള്ള ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ പ്രത്യേകിച്ചും കൂടുതൽ സ്ത്രീകൾക്ക് അത് തോന്നുന്നത് ആ വ്യക്തിയായിട്ട് ഒരടുപ്പം ഉണ്ടാകും, മാനസിക ഐക്യം ഉണ്ടാകുമ്പോൾ അവനെ സ്വന്തമാക്കണമെന്ന് തോന്നുന്നു. അവിടെ തുടങ്ങുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ. കാര്യം ഒരു പുരുഷന് എപ്പോഴും മറ്റു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പോലും ആ പുരുഷന്റെ ഭാര്യ, കുടുംബം, മക്കൾ, അമ്മ, അച്ഛൻ ഇതൊക്കെ അവർ പവിത്രമായി കൊണ്ടു നടക്കുന്നുണ്ടാകും. അതിന്റെ ഇടയിലുള്ള ഒരു റിലേഷൻഷിപ്പ് മാത്രമാണത്. അത് അവരുടെ ഒരു നീഡ്നെസ് ആണ്, അതൊരു ഒരു ശാരീരികം അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടൊരു ആവശ്യം മാത്രം. അത്തരം സാഹചര്യങ്ങളിൽ ഈ സ്ത്രീകൾക്ക് ഒരല്പം വിവേകത്തോടെ ചിന്തിച്ചാൽ അങ്ങനെ പോകുന്നതിനകത്ത് നമുക്കിപ്പോ ഒരു പരിധിക്കപ്പുറം ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റില്ല. അവർക്ക് മാനസിക സന്തോഷം തരുന്നെങ്കിൽ ഇപ്പം ആരെയും കോടതി പോലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് സ്ത്രീകൾക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള പറയാൻ കഴിയില്ല. അതെ, അതുകൊണ്ട് അതൊരു ചീറ്റിങ്ങിന്റെ ഒരു പരിധിയിലേക്ക് പോകുന്നതേ ഉള്ളൂ. വിവാഹിതരായ ഒരു സ്ത്രീ, നിലവിൽ സ്പൗസ് എന്ന് നമ്മൾ പറയുന്നത് ഇണയുള്ള ഒരു വ്യക്തി മറ്റൊരാളെ വിവാഹം കഴിക്കാതെ തന്നെ ആ ബന്ധം തുടരുന്നതിൽ തടസ്സമില്ല. പക്ഷെ അവര് തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് ഒരുമിച്ചൊരു കഴിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറുപക്ഷത്തിന് അതിനൊരു ഇൻഷുറൻസ് തെറ്റുമ്പോഴാണ് പീഡനത്തിന് കേസ് കൊടുക്കുക. ആശയവിനിമയങ്ങൾ ഇവർ തമ്മിലുള്ള ഇത്തരം ആവശ്യകത, അതായത് ഒരു ഡിമാൻഡ് വെക്കുമ്പോഴത്തേന് ആ ഡിമാൻഡ് രണ്ടിൽ ഒരാൾ അംഗീകരിക്കാതെ വരുമ്പോഴേക്കും ഇവർ തമ്മിലൊരു വിരോധം തോന്നും, അകലം ഒരു വിരോധത്തിലേക്ക് എത്തും. ആ വിരോധം വ്യക്തിവിരോധവും പിന്നീട് അവരെ ഇല്ലാതാക്കണമെന്നുള്ളൊരു നിലയിലേക്ക് എത്തും. പക്ഷെ ഇതൊന്നും അറിയാതെ ട്രാപ്പിൽ പെടുന്നവരാണ് കൂടുതലും ഈ കൊലപാതകത്തിലേക്ക് ചെന്നെത്തിക്കുന്നത്. പിന്നീട് അതിന് രണ്ട് കോൺസിക്വൻസ് ഉണ്ട്. ഒരാള് മരണപ്പെടുന്നു, രണ്ടാമെന്ന് വെച്ചാൽ അയാളുടെയും ജീവിതം പോവുക. കൊലപാതകം ആരാണ്, ആണായാലും പെണ്ണായാലും അവരും ജയിലിലേക്ക് പോവുകയാണ്. 4 കുടുംബങ്ങളാണ് ഒറ്റ കേസിനകത്ത് 4 കുടുംബങ്ങളെ ഇല്ലാതാകുന്നത്. അപ്പോൾ ഇവര് വിവേകത്തോടെ ഒന്ന് ചിന്തിച്ചാൽ, കുറെ ബുദ്ധിപരമായി നീങ്ങിയാൽ ഇതൊന്നും ഉണ്ടാകാതെ പോകും. കാരണം ഇന്നത്തെ സമൂഹത്തില് ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തില് ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പിനെ നമുക്ക് അത് ഒരു പരിധി വരെ കോടതി പോലും അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു പരിധി വരെ അതിനെ ബാൻ ചെയ്യാൻ പറ്റില്ല. എന്നാലും അതിന്റെ കോൺസിക്വൻസ്, ഏത് പ്രവൃത്തിക്ക് ഇറങ്ങിത്തിരിക്കുന്നതിനും അതിന്റെ കോൺസിക്വൻസ് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. പിന്നെയുള്ളത് ഭർത്താക്കന്മാരായാലും ഭാര്യമാരായാലും ഇണകൾ പരസ്പരം തമ്മിലൊരു ആശയവിനിമയം എപ്പോഴും ഉണ്ടാകണം. കാരണം അവർ തമ്മിൽ എത്ര തിരക്കായാലും ദിവസത്തിൽ ഒരിക്കലെങ്കിലും സുഖമാണോ എന്ന് പരസ്പരം ഒന്ന് ചോദിക്കുക, ഭക്ഷണം കഴിച്ചോ എന്നൊന്ന് ചോദിക്കുക, അല്ലെങ്കിൽ എന്തുണ്ട്, എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് തിരക്കുക. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഭാര്യയുടെ കൊച്ചു കാര്യങ്ങളും ആവശ്യങ്ങളും നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം, സാമ്പത്തികമായിരിക്കാം, മറ്റു പല കാരണമായിരിക്കാം, അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും അതൊന്ന് ചോദിച്ചു മനസ്സിലാക്കി ഫോൺ വഴിയാണെങ്കിൽ പോലും കഴിയുന്ന കാര്യമാണ്. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.